ഇപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു, 9ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ഉം 11ഉമാണ്. 10th ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്, മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 10th ക്വസ്റ്റ്യനും മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 1 1/4 പ്ലസ് 1 5/9 ഇൻറ്റു 1 5/8 ഡിവൈഡഡ് ബൈ 6 1/2 ഡിവൈഡഡ് ബൈ 6 1/2. ഇവിടെ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് പറഞ്ഞാൽ. കാരണം മിക്സ്ഡ് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമ്മളിതിനെ സാധാ ഇംപ്രോപ്പർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ചെയ്യേണ്ടത് 1 1/4 മിക്സ്ഡ് ഇംപ്രോപ്പർ ആക്കാൻ 1 × 4 + 1 ചെയ്യുക. 1 × 4 + 1 ചെയ്യുക. എത്രയാണ്? 5/4 ആണ്. 5/4 ആണ്. 1 5/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 × 9, അതായത് 1ഉം 9ഉം കൂടെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് 5 കൂട്ടുക. 1ഉം 9ഉം കൂടെ ഇൻറ്റു ചെയ്താൽ 1 × 9 = 9 ആണ്. 9ന്റെ കൂടെ 5 കൂട്ടുക. 9 + 5 ഡിവൈഡഡ് ബൈ 9. ആൻസർ 14/9. അതുപോലെ തന്നെയാണ് 1 5/8 എത്ര വരും? 1 5/8 എന്ന് പറഞ്ഞാൽ 1 × 8 ചെയ്യുക, 8ന്റെ കൂടെ 5 കൂട്ടുക, 13 ആണ്. 1 × 8 ചെയ്യുക, 8ന്റെ കൂടെ 5 കൂട്ടുക, 13/8. അതുപോലെ 6 1/2 എത്ര വരും? അതുപോലെ 13/2 വരും. 13/2. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 5/4 പ്ലസ് 14/9 ഇൻറ്റു 13/8 ഡിവൈഡഡ് ബൈ 13/2. ഇൻറ്റു പ്ലസ് മൈനസ് വന്നു. ആദ്യം ഏത് ചെയ്യും? ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഡിവിഷൻ ആദ്യം ചെയ്തിട്ട് വേണം പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സിലോട്ട് പോകുക. അപ്പോൾ ഇവിടെ ഡിവിഷൻ ചെയ്താൽ 5/4 പ്ലസ് 14/9 ഇൻറ്റു ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 13/8 ഇൻറ്റു രണ്ടാമത്തെ നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 2/13. ഈ 13 വെട്ടിപ്പോവും. സെയിം നമ്പർ മൾട്ടിപ്ലിക്ക് ചെയ്യുക. ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ലാസ്റ്റ് 3 നമ്പറും മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ ഡിവിഷൻ വന്നുകൊണ്ടാണ് 13/8 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുക, 2/13 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. 13/8 ഇൻറ്റു 2/13 എന്ന നമ്പർ കിട്ടി. ഇനി ഇവിടെ എന്താണ്? അവസാനത്തെ 3 നമ്പറും മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്തതിനാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളൂ. 14/9 അവിടെ ഇവിടെ 8ഉം 2ഉം കൂടെ കട്ട് ചെയ്യുക. എത്ര കിട്ടും? 4 കിട്ടും. 4 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ 4ഉം 14ഉം കൂടെ കട്ട് ചെയ്താൽ 2ൽ കട്ട് ചെയ്യുക. എത്ര വരും? 7. ഇവിടെയും 2 കിട്ടും, ഇവിടെയും 2 കിട്ടും. അപ്പൊ ഫൈനൽ ഉത്തരം എന്ന് പറഞ്ഞാൽ 5/4 പ്ലസ് 7/18 എന്ന് വരും. 7/18 എന്ന് വരും. 5/4 പ്ലസ് 7/18. ഇതിന്റെ LCM എടുത്താൽ ആൻസർ 36 എന്ന് വരും. LCM ഡിവൈഡഡ് ബൈ 5 × 9 പ്ലസ് 7 × 2 വരും. 45 പ്ലസ് 14 എത്രയാണ്? 59/36 വരും. 59/36. 9 45 45 പ്ലസ് 14 59/36. ഓക്കെ, 59/36 ആണ് ഉത്തരം. 59/36 പിന്നെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇതിനെ പിന്നെയും മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയത്, കാരണം നമ്മൾ ഓപ്ഷൻസിലുള്ള എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പൊ 59/36 ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡിവൈഡ് ചെയ്ത് എത്ര വരും? 1ൽ പോകും. പിന്നെ 36 എഴുതുക. റിമൈൻഡർ എത്ര വരും? 13 വരും. 59/13 മിക്സ്ഡ് 36 മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതിയ 1 എഴുതുക. ഈ റിമൈൻഡർ എത്ര വന്നു? 13 വന്നു. ഡിവൈഡഡ് ബൈ 36 വരും. 36 13 അല്ല 23 ആണ്. ഇവിടെ 23 ആണ്. 123/36. അതായത് 59 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 59 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്ര വരും? 1 ടൈംസ് പോകും. 1 ടൈംസ് പോകും. ഇവിടെ 36 വരും. 36 എഴുതുമ്പോൾ റിമൈൻഡർ ഇവിടെ 23 ആണ്. 13 23 വന്നു. അപ്പൊ 1 എഴുതുക. 1 കോഷ്യന്റ് ഏതാണോ അതുള്ളത് കോഷ്യന്റ് എഴുതുക. ഇനി അടുത്ത എന്താണ്? റിമൈൻഡർ ഡിവൈഡഡ് ബൈ റിമൈൻഡർ എത്രയാണ്? 23 ആണ്. 23/36. 123/36 ആണ് നിങ്ങളുടെ ആൻസർ. ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 123/36. ഫൈനൽ ഉത്തരം 59/36. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം ആൻസർ. ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതി. അതായത്
1 and 23/36. അപ്പം ഒരു നമ്പറിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ 59 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 ടൈംസ് പോകും, പിന്നെ 23 എഴുതുക. 1 and 23/36 ആണ് ആൻസർ. 10th ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് 11th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 11th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ ബോർഡ് മാസ് വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. 17 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2 into 3 minus 4. 2 into 3 minus 4. ബ്രാക്കറ്റ് ഇടുന്നു. രണ്ട് ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ, സിമ്പിൾ ബ്രാക്കറ്റും ഉണ്ട്, കേർലി ബ്രാക്കറ്റും ഉണ്ട്. അപ്പൊ ബ്രാക്കറ്റ് സോൾവ് ചെയ്യേണ്ട ഓർഡർ അനുസരിച്ച് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ട സിമ്പിൾ ബ്രാക്കറ്റ് ആണ്, അത് കഴിഞ്ഞതിന് ശേഷം കേർലി ബ്രാക്കറ്റ്. ഇങ്ങനെ ഇട്ട ഈ ബ്രാക്കറ്റിന്റെ മീനിങ് കേർലി ബ്രാക്കറ്റ് ആണ്, ഈ ബ്രാക്കറ്റിന്റെ മീനിങ് ഇത് സിമ്പിൾ ബ്രാക്കറ്റ് ആണ്. ആദ്യം സോൾവ് ചെയ്യേണ്ട ലൈൻ ബ്രാക്കറ്റ്. ഇവിടെ ലൈൻ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല, ഇവിടെ ലൈൻ ബ്രാക്കറ്റ് ഇല്ല, അതുകൊണ്ട് സോൾവ് ചെയ്യേണ്ടത് സിമ്പിൾ ബ്രാക്കറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണം കേർലി ബ്രാക്കറ്റ്. സിമ്പിൾ ബ്രാക്കറ്റിന്റെ അകത്ത് ഏതാണ് വാല്യൂ? 2 into 3 minus 4 എന്ന വാല്യൂ ആണ് ഉള്ളത്. 2 into 3 minus 4 എത്ര? 2. അതിന്റെ അകത്തും ബോർഡ് മാസ്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ഷൻ സോൾവ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ഏതാണ് സോൾവ് ചെയ്യേണ്ടത്? 2 into 3 എത്രയാണ്? 6 ആണ്. 6 minus 4 എത്രയാണ്? 2 ആണ്. അപ്പൊ സിമ്പിൾ ബ്രാക്കറ്റിന്റെ അകത്ത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 2 വരും. 2 into 3 ആദ്യം സോൾവ് ചെയ്യുക, എന്നിട്ട് 4 കുറയ്ക്കുക, ആൻസർ 2 വരും. ഇനി ഈ വാല്യൂ എടുത്ത് ഇതിന്റെ അകത്ത് ഇടുക. 17 minus 8 ഡിവൈഡഡ് ബൈ, ഈ സിമ്പിൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 2 എന്ന ഉത്തരം കിട്ടും. 17 മൈനസ് 8 ഡിവൈഡ് ബൈ 2 ആണ്. ഇനി ബ്രാക്കറ്റിന്റെ അകത്ത് സോൾവ് ചെയ്തിട്ട് വേണം, കേർലി ബ്രാക്കറ്റ് സോൾവ് ചെയ്തിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഡിവിഷൻ ആയതുകൊണ്ടെന്നല്ല, ബ്രാക്കറ്റിന്റെ അകത്ത് ഏത് വാല്യൂ വന്നാലും ബ്രാക്കറ്റ് തന്നെയാണ് സോൾവ്. ഇവിടെ പ്ലസ് വന്നിരുന്ന 8 plus 2 10 ചെയ്യുക. ഇവിടെ ഡിവൈഡ് ആയതുകൊണ്ട് 8 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 4 ആണ്. 8 ഡിവൈഡ് ബൈ 2 4 ആണ്. അപ്പൊ 17 മൈനസ് 8 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 17 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 13 ആണ് ഉത്തരം. ആൻസർ 13 ആണ്. അപ്പൊ 17 മൈനസ് 8 ഡിവൈഡ് ബൈ 2 into 3 മൈനസ് 4 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ 17 മൈനസ് 4 ആണ്, 13 ആണ് നിങ്ങളുടെ ആൻസർ എന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 12th ക്വസ്റ്റ്യനും 13th ക്വസ്റ്റ്യനും ആണ്. അപ്പൊ 12th ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് എഴുതാം. 35 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1. ഈ 5 ഡിവൈഡഡ് ബൈ 1ന്റെ അവിടെ ഒരു ലൈൻ ബ്രാക്കറ്റ് ഉണ്ട്, -13 -30. ഈ മീനിങ് ബാർ വന്ന മീനിങ് ആദ്യം ചെയ്യേണ്ട ഏത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് 5 ഡിവൈഡഡ് ബൈ 1 ആണ്. ഇതിന്റെ മീനിങ് ലൈൻ ബ്രാക്കറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ബോർഡ് മാസ് പറഞ്ഞപ്പോൾ മുകളിൽ ഒരു വരയിട്ട എന്റെ മീനിങ് ലൈൻ ബ്രാക്കറ്റ് ആണ്. 35 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1 ആദ്യം ചെയ്യുക. 5 by 1 എത്രയാണ്? 5 തന്നെയാണ് ഉത്തരം. 5 മൈനസ് 30. 35 പ്ലസ് 5 മൈനസ് 13. 35ഉം 5ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 40 ആണ്. 40 മൈനസ് 13, ആൻസർ 27 ആണ്. 27 ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ഉത്തരം. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 35 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1 കിട്ടി. അപ്പൊ 35 by 5 by 1 ആണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ലൈൻ ബ്രാക്കറ്റ് അവിടെ ഉള്ളതുകൊണ്ട്, ഡിവിഷൻ ഉള്ളതുകൊണ്ടല്ല, ലൈൻ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ടാണ്. ലൈൻ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ആദ്യം അത് ചെയ്യുക. ഡിവിഷൻ ഉണ്ടായിരുന്നാലും അത് തന്നെ ആദ്യം ചെയ്യും. 5 by 1 എത്രയാണ്? 5 by 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 35 പ്ലസ് 5 മൈനസ് 13. 40 കൂടെ 13 കുറച്ച് ആൻസർ എത്ര കിട്ടും? 27 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 12th ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ക്വസ്റ്റ്യൻ ആണ് 35. അതുപോലെ തന്നെയാണ് 5 ഡിവൈഡഡ് ബൈ 1ന്റെ അവിടെ 5 പ്ലസ് 1 കിട്ടി. 35 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 മൈനസ് 13. ഇവിടെ ആദ്യം കയറി ഡിവിഷൻ ചെയ്ത് വയ്ക്കരുത്. ഈ ലൈൻ ബ്രാക്കറ്റ് ഉള്ളപ്പോൾ ഏത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ വന്നാലും ലൈൻ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യുക. 35 ഡിവൈഡഡ് ബൈ, ഈ ലൈൻ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടതാണ്. 4 പ്ലസ് 1ന്റെ അവിടെയാണ് ലൈൻ ബ്രാക്കറ്റ് ഉള്ളത്. 4 പ്ലസ് 1ന്റെ അവിടെ ലൈൻ ബ്രാക്കറ്റ് വന്നാൽ 4ഉം 1ഉം കൂടെ ആഡ് ചെയ്യുക, അത് ആദ്യം ചെയ്യുക. 35 by 5 മൈനസ് 30. ഇപ്പോൾ ഡിവിഷനും മൈനസും വന്നു. അപ്പൊ ആദ്യം ചെയ്യേണ്ട ഏതാണ്? ബോർഡ് മാസ്. ഡി കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ വരുന്നത്. ബോർഡ് ഡി എം എ എസ്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഡിവിഷൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത സബ്ട്രാക്ഷൻ ചെയ്യുക. 35 by 5 എത്രയാണ്? 35 by 5 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 മൈനസ് 13 ചെയ്യുക. 7 മൈനസ് 13 എന്ന് പറഞ്ഞാൽ -6 ആണ് ഉത്തരം. 13 മൈനസ് 7 ചെയ്യുക, എന്നിട്ട് ഒരു നെഗറ്റീവ് സൈൻ, വലിയ സംഖ്യയുടെ മുന്നിലെടുത്ത സൈൻ ഇടുക. 13 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 6 ആണ്. -30, വലിയ സംഖ്യ 13 ആണ്. 13 മുന്നിലുള്ള സൈൻ ഏതാണ്? മൈനസ് ആണ്. അപ്പൊ -6 ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഇത് രണ്ട് സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡിവിഷൻ ഉള്ളതുകൊണ്ട് ഇത് തെറ്റിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ ഇത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 4 പ്ലസ് 1 ഉള്ളതുകൊണ്ട് 35. പക്ഷെ ഇവിടെ ലൈൻ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ആദ്യം ഇത് ചെയ്യുക. അപ്പൊ 35 ഡിവൈഡ് ബൈ 4 പ്ലസ് 1 ആദ്യം ചെയ്യുക, അത് 5 ആണ്. 35 by 5 എത്രയാണ്?
7 ആണ്. 7ന്റെ കൂടെ 13 കുറയ്ക്കുക. ഡിവിഷൻ വന്നാൽ ആദ്യം ഡിവിഷൻ ചെയ്യും, എന്നിട്ട് വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, -6 ആണ്. 12th ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യനും സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 14th ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ 2 × 5 - 8 മൈനസ് ഉണ്ട്, മൈനസ് 2 × 5 - 8 മൈനസ് കേർലി ബ്രാക്കറ്റ് തുടങ്ങും 11 + 30 ഡിവൈഡഡ് ബൈ 4 -7 -5. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ലൈൻ ബ്രാക്കറ്റ് ഉണ്ട്, കേർലി ബ്രാക്കറ്റ് ഉണ്ട്, സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യം ചെയ്യേണ്ട ഏതായിരിക്കും? ലൈൻ ബ്രാക്കറ്റ് ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് സിമ്പിൾ ബ്രാക്കറ്റ്, അത് കഴിഞ്ഞിട്ട് വേണം കേർലി ബ്രാക്കറ്റ്, അത് കഴിഞ്ഞിട്ട് വേണം സ്ക്വയർ ബ്രാക്കറ്റ് അഥവാ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അതായത് 2 × 5 അതേപടി എഴുതുക, -8 -11 + 30 ഡിവൈഡഡ് ബൈ, ആദ്യം ലൈൻ ബ്രാക്കറ്റ് വേണം സോൾവ് ചെയ്യുക. 7 - 5 സോൾവ് ചെയ്യുക, എന്നിട്ട് വേണം ഈ വലിയ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. 7 - 5 എത്രയാണ്? 7 - 5 വേണം ആദ്യം സോൾവ് ചെയ്യുക, കാരണം അതിന് മുന്നിലാണ് ലൈൻ ബ്രാക്കറ്റ് ഉള്ളത്. 7 - 5 2 ആണ്. 4 മൈനസ് ഈ 7 - 5 2 അതേപടി എഴുതുക. ഇനി കേർലി ബ്രാക്കറ്റ് ഇടുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇനി ഏതാണ് സിമ്പിൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ്? ഇതാ ഈ 4 - 2 വേണം ഇനി സോൾവ് ചെയ്യാൻ. 2 × 5 - 8 -11 + 30 ഡിവൈഡ് 2. 4 - 2 എത്രയാണ്? 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻസർ 2 ആണ്. 30/2 ചെയ്യുക. 30 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 30 ഡിവൈഡഡ് ബൈ ഈ 2 അതേപടി എഴുതുക, കേർലി ബ്രാക്കറ്റ് ഇടുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. 2 × 5 8 - 11 + 30 ഡിവൈഡ് ബൈ 2 എത്രയാണ്? ഇവിടെ 30/2 എത്രയാണ്? 15 ആണ്. 15 കൂടെ 11 കൂട്ടുക. 30 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 15 ആണ്. 15 കൂടെ 11 കൂട്ടിയാൽ 11 + 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26 ആണ്. 30/2 കാരണം എത്രയാണ്? 15 ആണ്. 11 + 15 26 ആണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ചെയ്യാം. ഇനി ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള സോൾവ് ചെയ്യാം. 8 - 26 എത്രയാണ്? 26 - 8 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സൈനും കൂടെ ഇടുക. 2 × 5 - 8 - 26 എന്ന് പറഞ്ഞാൽ 26 - 8 എന്ന് പറഞ്ഞാൽ 18 ആണ്. പിന്നെ ഒരു നെഗറ്റീവ് സൈനും കൂടെ ഇടുക, -18 ആണ്. -80 -18 എന്ന് പറഞ്ഞാൽ +18 ആണ്. +18 ആവും. 2 × 5 -18 എന്ന് പറഞ്ഞാൽ -18 എന്ന് പറഞ്ഞാൽ +18 ആവും. അതുകൊണ്ടാണ് ഇവിടെ +18 ആണ്. 2 × 5 എത്രയാണ്? 10 ആണ്. 10 + 18 എത്രയാണ്? 28 ആണ് ഉത്തരം. ആൻസർ 28. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ എത്രയാണ്? സി ആണ് ആൻസർ. +28 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇവിടെ ചെയ്ത എന്താണ്? ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാക്കറ്റ് ഉണ്ട്. അതായത് ഇവിടെ എന്തുണ്ട്? ലൈൻ ഉണ്ട്, സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ട്, കേർലി ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യം ലൈൻ ബ്രാക്കറ്റ് സോൾവ് ചെയ്യും. 7 - 5 സോൾവ് ചെയ്യും. അത് എത്രയാണ്? ആൻസർ 2 ആണ്. പിന്നെ സിമ്പിൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യും. 4 - 2 എത്രയാണ്? പിന്നെയും 2 കിട്ടി. പിന്നെ കേർലി ബ്രാക്കറ്റ് 11 + 13/2 ആണ്. 13/2 എത്രയാണ്? 15 ആണ്. 11 + 15 എത്ര? 26 ആണ്. 26 സോൾവ് ചെയ്യും. ഇനി എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് സോൾവ് ചെയ്യും. 8 - 26 എത്രയാണ്? 18 ആണ്. പിന്നെ ഒരു നെഗറ്റീവ് സൈനും കൂടെ എഴുതുക, -18. അപ്പൊ 10 + 18 കിട്ടും. ആൻസർ 28 കിട്ടും. 15th ക്വസ്റ്റ്യനും 14th വെച്ച് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോക്കാം. 1 + 6 + 14/7 ഡിവൈഡഡ് ബൈ 2 പ്ലസ്, അവിടെ ഒരു കേർലി ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ആവും. കേർലി ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ആവും, കാരണം ഇവിടെ ഓപ്പൺ ചെയ്ത് പിന്നെ ഇവിടെ ക്ലോസ് ആയിട്ടില്ല. അപ്പം ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ ഇതിൽ എത്ര ബ്രാക്കറ്റ്സ് ഉണ്ട്? സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ട്, ലൈൻ ബ്രാക്കറ്റ്സ് ഉണ്ട്, കേർലി ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ഏതായിരിക്കും സോൾവ് ചെയ്യേണ്ടത്? ലൈൻ ബ്രാക്കറ്റ് ആണ് ആദ്യം സോൾവ് ചെയ്യുന്നത്. നമ്മൾ സോൾവിങ് ഓർഡർ പറഞ്ഞു. ലൈൻ ബ്രാക്കറ്റ്, സിമ്പിൾ ബ്രാക്കറ്റ്, കേർലി ബ്രാക്കറ്റ്, പിന്നെ വേണം സ്ക്വയർ ബ്രാക്കറ്റ്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല, അപ്പൊ കേർലി വരേ ഉള്ളൂ. അപ്പൊ ലൈൻ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യാം. 1 + 6 ആണ്, ഒരു ബാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും ആദ്യം സോൾവ് ചെയ്യണം. 1 + 6 എത്രയാണ്? 7 ആണ്. ഇനി സോൾവ് ചെയ്യേണ്ട ഏതാണ്? ഈ ബ്രാക്കറ്റ്സ് ആണ് ബാക്കിയുള്ളത്. 14 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5 × 2 സ്ക്വയർ
പ്ലസ് 2 ഇൻറ്റു 2/√16 ആണ്. 2/√16 ആണ്. ഇവിടെ രണ്ട് സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ രണ്ട് ബ്രാക്കറ്റ്സ് ഒരുമിച്ച് സോൾവ് ചെയ്യാം. രണ്ട് സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ട്. 14/7/2 5 × 2 സ്ക്വയർ പ്ലസ് 2. അപ്പൊ ആദ്യം നമ്മൾ ഇത് നോക്കണം, ഈ ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യാൻ. 14/7/2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരും? 14/7 എത്രയാണ്? ആദ്യത്തെ രണ്ട് സോൾവ് ചെയ്യാം. 14/7 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/2 എത്രയാണ്? 2/2 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. അപ്പൊ ആദ്യത്തെ ഈ വാല്യൂസ് എല്ലാം 1 ആയി പോകും. ഇതെല്ലാം 1 ആവും. ആദ്യത്തെ സിമ്പിൾ ബ്രാക്കറ്റ്. അടുത്ത സിമ്പിൾ ബ്രാക്കറ്റ് ഏതാണ്? അടുത്ത സിമ്പിൾ ബ്രാക്കറ്റ് 5 × 2 സ്ക്വയർ പ്ലസ് 2 ആണ്. 5 × 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 5 × 4 എത്രയാണ്? 5 × 4 20 ആണ്. 20 + 2 എത്രയാണ്? 5 × 4 + 2 ആണ്. 22 ആണ്. 5 × 4 20, 20 + 2 ആണെങ്കിൽ 22 ആണ്. അപ്പൊ ആദ്യത്തെ രണ്ട് സിമ്പിൾ ബ്രാക്കറ്റിന് വാല്യൂസ് നമ്മൾ കിട്ടി. അപ്പൊ അതെടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7 പ്ലസ് ആദ്യത്തെ സിമ്പിൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 14/7/2 എന്ന് പറഞ്ഞാൽ ആൻസർ 1 കിട്ടി. പ്ലസ് 1 പ്ലസ് 5 × 4 22 ഇൻറ്റു 2/√16 ആണ് കേർലി ബ്രാക്കറ്റ് ഉള്ളത്. 7 + 1 പ്ലസ് 22 ഇൻറ്റു 2/√16 വാല്യൂ എത്രയാണ്? √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. 22 ഇൻറ്റു 2/4 ആണ്. 22 ഇൻറ്റു 2/4 ആണ്. √16 ഇവിടെ കട്ട് ചെയ്യുക. 2ഉം 2ഉം കട്ട് ചെയ്യുക. ഒരു ടൈംസ് 2 ഇൻറ്റു 2 ആണ് 4 എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു 2 ഇവിടെ ഒരു 2 വരും. ഇനി 2ഉം 22ഉം കട്ട് ചെയ്യുക. എത്രയാണ്? 11 × 2 ആണ് 22 ആണ്. അപ്പൊ 11 ആയി പോകും. ഫൈനൽ ആൻസർ 7 + 1 + 11. 7 + 1 എത്രയാണ്? 8 ആണ്. 8 + 11 എത്രയാണ്? 19 ആണ്. അപ്പൊ ആൻസർ 19 ആണ്. 7 + 1 എത്രയാണ്? 8 ആണ്. 8 + 1 എത്ര? 19 ആണ്. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. പക്ഷെ രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട്. അപ്പൊ രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് രണ്ട് സിമ്പിൾ ബ്രാക്കറ്റ് വരുന്നുണ്ട്. രണ്ട് സിമ്പിൾ ബ്രാക്കറ്റ് ഒരുമിച്ച് സോൾവ് ചെയ്യുക. ആദ്യത്തെ സിമ്പിൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. 14/7/2 എന്ന് പറഞ്ഞാൽ 14/7 എത്രയാണ്? 2 ആണ്. 2/2 എത്രയാണ്? 1 ആണ്. അപ്പം 14/7 2 ആണ്. 2/2 1 ആണ്. അപ്പൊ ആദ്യത്തെ സിമ്പിൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 1 കിട്ടും. രണ്ടാമത്തെ സിമ്പിൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 22 കിട്ടും. അതെടുത്ത് ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 7 + 1 എന്ന് പറഞ്ഞാൽ ഇത്രയും സോൾവ് ചെയ്യുക. പ്ലസ് 22 ഇൻറ്റു ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ 22 ഇൻറ്റു 2/√16 ആണ്. √16 വാല്യൂ 4 ആണ്. 22 ഇൻറ്റു 2/4. ബാക്കിയെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു വരുമ്പോഴേ കട്ട് ചെയ്യാവൂ. പ്ലസ് വരുമ്പോൾ കട്ട് ചെയ്യില്ല. പ്ലസിനപ്പുറം ഉള്ളത് 22 ഇൻറ്റു 2/4 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഒന്നുകിൽ നിങ്ങൾക്ക് 22 ഇൻറ്റു 2 ചെയ്യുക. എത്രയാണ്? 44 ആണ്. 44/4 എത്രയാണ്? 11 ആണ്. അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ 22 ഇൻറ്റു 2/4 ആദ്യമേ കട്ട് ചെയ്യുക. അപ്പൊ 11 കിട്ടും. 7 + 1 + 11 കിട്ടും. 7 + 1 8 ആണ്. 8 + 11 19 ആണ്. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞു. ഓപ്ഷൻ ബി. 15th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ.